MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റേഷനരി കൊണ്ട് ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ചോറ് വെക്കുന്ന വെളുത്ത അരിയാണിത്. അരി നന്നായി കഴുകി തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. 250 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് ആറിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അരി അരക്കാൻ പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി. പച്ചരി പോലെ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. കുറച്ച് സമയമെടുത്ത് നന്നായി അരച്ചെടുക്കണം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1/4 കപ്പ് റവ ചേർക്കാം. 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 1 കോഴിമുട്ടയുടെ വെള്ള, 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് കൂടി പോകേണ്ട, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിച്ച് ഇതൊന്നുകൂടി അരച്ചെടുക്കാം. തേങ്ങയൊക്കെ അധികം അരഞ്ഞു പോകേണ്ട, ചെറുതായി ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒരു 30 സെക്കൻഡൊക്കെ അരച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. മാവ് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ 7 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത്. ഇതിലേക്ക് ഞാനിനി 1 ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഏത്തപ്പഴം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട, അല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം. ഇത് വേവിച്ചെടുക്കാൻ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡലി പാത്രത്തിലാണിത് വേവിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. ഇതൊരു 25 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ സോഫ്റ്റായ കിണ്ണത്തപ്പമാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.